റൈറ്റ്സ് ഉണ്ട്. ഞാൻ എടുക്കും, വീഡിയോ എടുക്കും. അവളുടെ വീഡിയോ എടുക്കട്ടെ, അവളുടെ വീഡിയോ എടുക്കട്ടെ. ഞാൻ പണിയെടുത്ത കാശ്. അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കൂട്ടിയിട്ട് പോയ ഒരുത്തിയുടെ വീഡിയോ എടുക്കുമ്പോൾ പറയുകയാണ്, വീഡിയോ എടുക്കരുത്, വീഡിയോ എടുക്കാൻ പാടില്ല. അതായത് നിന്റെയൊക്കെ കുറ്റം കൊണ്ടാടി പോയത്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ആരാ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവർക്ക് എത്രമാത്രം വേദനയുണ്ടാകും. ഇവരുടെ ഭർത്താവിനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒളിച്ചോട്ടം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഭീതങ്ങളും ഒളിച്ചോട്ടങ്ങളും ഇല്ലാത്ത ഒരു നാട് അതുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയെ ജീവിക്കുന്ന ഒരുപാട് എണ്ണമുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ, ആ ഭാര്യ ഇവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കൂടെ പോയ ആ സ്ത്രീയെയും കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നൊരു രംഗമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ആ സ്ത്രീയെ കുറ്റം പറയുകയാണ്. നിന്റെ കുഴപ്പം കൊണ്ടാണ് അവൻ പോയത്, നീ നല്ലവളാണെങ്കിൽ അവൻ പോകത്തില്ല. അതായത് നീ എന്തുകൊണ്ട് അവൻ്റെ എല്ലാത്തിനും പഴങ്ങി നിന്നിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എൻ്റെ പൊന്നു മക്കളെ, അതിലൊന്നും ഒരു കാര്യവുമില്ല. അതായത് ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം. ഒന്നിക്കലൊന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ചിലപ്പോൾ പ്രവാസിയായിരിക്കാം, അല്ലെങ്കിൽ അയാൾ വീട്ടിലുണ്ടാവില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവനെ വിളിച്ച് കയറ്റുന്ന ഒരു തരം അവിഹിതം അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതൊന്നും അതിൽ വേറെ ഡെക്കറേഷനൊന്നും വേണ്ട. പിന്നെ വേറെ ഒരു കാര്യം, ഇവരുടെ ഒന്നും നമ്മുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കൂടുതൽ ഇത് കൊടുക്കണ്ടേ. എൻ്റെ അഭിപ്രായത്തിന് ഇങ്ങനെ ഓടുന്നവരുടെ ഫോട്ടോസും വീഡിയോസും മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് എത്രമാത്രം ഒരു കുടുംബത്തെ അത്രമാത്രം തേച്ചിട്ട് പോകുന്ന വിധവന്മാരാണ് ഇവർ. ഇവർക്ക് എന്ത് റൈറ്റ്സാണ് കൊടുക്കേണ്ടത്? അല്ല, ഇവർക്ക് എന്താണ് കൊടുക്കേണ്ടത്? ഇവർക്ക് എന്ത് അവകാശമാണ് കൊടുക്കേണ്ടത്? അതായത് മക്കളെയും ഭാര്യയെയും, ഭാര്യയുടെ കാര്യം പോട്ടെ, മക്കളുണ്ടാവില്ലേ, ആ മക്കളെ വരെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ ഒരുത്തിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ആഭാസത്തരമാണ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറേ നാൾ മുമ്പ് നമ്മൾ കണ്ടതല്ലേ, ഒരുത്തം വന്നിട്ട് യൂട്യൂബർ എന്തോ ആണെന്നാണ് പറയുന്നത്. യൂട്യൂബറാണ്, കോമഡി സ്റ്റാർ എന്ന കോമഡി ഇതിൻ്റെ അകത്ത് ചെയ്യുന്നവനാണ്. അവൻ വന്ന് പറയുകയാണ് എൻ്റെ മകളുടെ എന്താ പറയുന്നത് DNA എനിക്ക് സംശയമുണ്ടെന്ന്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ ഒരുപാടെണ്ണം സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിഹിതക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെയൊക്കെ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുന്ന ഒരു കൂട്ടങ്ങളുടെ ഇവിടെ. അതായത് അവൾ പോയത് അതിനു വേണ്ടിയിട്ടാണ്, ഇല്ല അവൻ പോയത് അതുകൊണ്ടാണ്, അവൻ പോയത് ഇത് കിട്ടാതുകൊണ്ടാണ്. എല്ലാവരെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും വലുത് എന്നാണ്. നിങ്ങളൊരു കഥ കേട്ടിനോന്നറിയില്ല. അതായത് കോട്ടയത്തുള്ള ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അയാൾ ജോലി സ്ഥലത്ത് വെച്ച് ഒരു അപകടം മൂലം കിടപ്പിലാവുകയാണ്. ഈ 17 വർഷത്തിൻ്റെ ഇടയിൽ ആ സ്ത്രീയോട് അയാൾ പറഞ്ഞിട്ടുണ്ട്, നീ പോയിക്കോളൂ, അതായത് നിന്റെ ജീവിതം നീ വെറുതെ ഇങ്ങനെ നശിപ്പിക്കണ്ട, ഇനിയിപ്പോഴും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ പറഞ്ഞ കാര്യം എന്താ അറിയുക, അതായത് ഇത് എനിക്കാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോകുമോ? അയാൾക്ക് ഉത്തരമില്ലായിരുന്നു. കാരണം അയാൾ ചിലപ്പോഴും ഉപേക്ഷിച്ച് പോകാമായിരിക്കാം. പക്ഷെ ആ സ്ത്രീ അയാളെ 17 വർഷമാണ് നോക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവരുടെ ഹണിമൂൺ മോഹങ്ങൾ, അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള മോഹങ്ങൾ, ഇതൊക്കെയാണ് അവിടെ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. എന്നിട്ടും അവർ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ? അതിൻ്റെ ഇടയിൽ പുഴുക്കുത്തു പോലെ, അല്ലെങ്കിൽ എന്നവരുടെ തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഖം അവർക്ക് വേണ്ടത് ശാരീരിക സുഖം മാത്രമാണ്. ഈ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവറ്റകളോട് നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ അറിയുക, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളുടെ ഭർത്താവോ അല്ലെ വേറെ ആളുടെ ഭാര്യ, ഇതൊന്നുമല്ല. ഇവറ്റകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക സുഖം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും സകലതും കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമാണ് നാളെ മുതൽ എന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്നും ഭർത്താവ് സമ്പാദിച്ച എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഇങ്ങനെ എന്ന് പറയേണ്ടത് ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ചതിയും വഞ്ചനയും തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പല ഭർത്താക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാസികളുടെ ഭാര്യമാരെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസികളുടെ ഭാര്യമാരാകുമ്പോഴേ അത്യാവശ്യം പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കണ്ട. അതുമാത്രവുമല്ല, അവർക്ക് സ്നേഹം ഇങ്ങനെ ഭാര്യ ഭരിച്ച് കൊട്ടുകൊണ്ടിരുന്നാൽ മതി. ഭർത്താവിനെ ചിലപ്പോൾ വിളിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ വരെ പറ്റുന്നുണ്ടാവില്ല അയാൾക്ക്. അതുകൊണ്ട് തന്നെ അയാൾ ചിലപ്പോഴും വിളിക്കാറുണ്ടാവില്ല. പക്ഷേ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാമുകം കൃത്യമായിട്ട് സ്നേഹം ഇങ്ങനെ ചൊരിഞ്ഞു കൊണ്ടു കൊടുക്കും. അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉണ്ടാക്കുന്ന പൈസകൾ അത് മുഴുവൻ എന്ന് പറഞ്ഞാൽ കാമുകം കൊണ്ടുപോയ ചരിത്രങ്ങളുണ്ട്.
പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും രണ്ടായിട്ടാണ് ഇപ്പോഴും താമസിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും, സംശയമാണ് പറയുന്നത്, പക്ഷേ സംശയമൊന്നുമല്ല, അയാൾ കൃത്യമായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കുറേ നാൾ മുമ്പ് ഒരു പ്രവാസി എനിക്ക് അയച്ച ഒരു ഇതാണ്. അയാളും അയാളുടെ ഭാര്യയും സംസാരിച്ചിട്ട് 6 വർഷത്തോളമായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളൊരു വീട് പണി തുടങ്ങിയിരുന്നു. ഒരു ദിവസം ഇയാളുടെ അമ്മ പോകുമ്പോൾ കാണുന്നത് മേസ്തരിയും ഇയാളുടെ ഭാര്യയും തമ്മിലുള്ള പരിപാടിയാണ്. അന്ന് മുതലെന്ന് പറഞ്ഞാൽ ഇയാൾ മിണ്ടിയിട്ടില്ല. പക്ഷേ ഒരാളോട് ഇത് പറഞ്ഞിട്ടുമില്ല. കാരണം എന്താ അറിയുക, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കല്ലേ നാണക്കേട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് നാണക്കേടാണ്, അയാളുടെ മക്കൾക്ക് നാണക്കേടാണ്, അയാൾക്ക് നാണക്കേടാണ്. അയാൾ അതൊക്കെ സഹിച്ചിട്ട് ഇന്നും ആൾക്കാരുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അമ്മ പറഞ്ഞ് നുണയായി കൂടെ എന്ന് ചില ആൾക്ക് സംശയം ഉണ്ടാകും. പക്ഷേ നുണയല്ല. വെള്ളമടിച്ച് ബോധം കെട്ട് കിടക്കുന്ന, പൂർണ്ണ നഗ്നയായി കിടക്കുന്ന ഒരു സ്ത്രീയാണ് അവർ കണ്ടത്. ആ സമയത്ത് തന്നെ അയാൾ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോഴും ഫോൺ പോലും എടുക്കാൻ കഴിയാതെ, അതായത് വെള്ളമടിച്ചിട്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ, എല്ലാ കുടുംബത്തെയല്ല ഞാൻ പറയുന്നത്, പല കുടുംബങ്ങളും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ, ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഡിവോഴ്സ് ചെയ്യായിരിക്കും. അല്ലാതെ വേറെ ഒന്നും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്വത്ത് മുഴുവൻ തന്നെ ആ സ്ത്രീയുടെ കയ്യിലായിരിക്കും. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വൃത്തികെട്ട പരിപാടിയായിട്ട് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം, ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എതിരെ പറയുകയല്ല വേണ്ടത്. പക്ഷെ ഇപ്പം എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആരാണ് ഒളിച്ചോടിയത്? അവർ നല്ലവരാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഭാര്യ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് നീ കാരണമാണ് ഒളിച്ചോടിയത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ടാണ് ഒളിച്ചോടിയത്. അയാൾ കല്യാണം കഴിച്ച് ചെലവിന് കൊടുത്ത്, വീടുണ്ടാക്കി കൊടുത്ത്, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുത്ത്, അയാൾ വെറും പൊട്ടൻ. ഇതൊന്നും കൊടുക്കാത്ത ഏതോ ഒരുത്തൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ഫോണിൽ വന്നിട്ട് ഹലോ ഹായ് കുളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലവൻ. അതുപോലെ തന്നെ സ്ത്രീയെ എടുത്തു കഴിഞ്ഞാലും പുരുഷനെ എടുത്തു കഴിഞ്ഞാലും അവനവൻ്റെ ഭാര്യ കൊണ്ട് കൊടുത്തതൊന്നും അവന് വിലയേയില്ല. അവനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ കണ്ടുമുട്ടിയപ്പോൾ അതൊരു വലിയ വിലയായി. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവിഹിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെതിരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഈസ്റ്റകളുണ്ടല്ലോ. ഈസ്റ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇത് മാത്രമേ വേണ്ടൂ. അതായത് ഇവിടെയാണ് നെഗറ്റീവ് കിട്ടുക, അത് മാത്രം. അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന എന്താ അറിയുക, ഭർത്താവിനെ വളരെ മോശപ്പെടുത്തുക, ഭാര്യയെ നല്ലത് പറയുക. അങ്ങനെ കുറേ എണ്ണം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ എന്തൊരു അവസ്ഥയാണ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരാകാൻ പോകുന്നു. ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കണ്ടിട്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാടെണ്ണം ഇതുപോലെ ഇറങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവിടെയൊക്കെ അനാഥരാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കുഞ്ഞുങ്ങളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാവം കുഞ്ഞുങ്ങൾ, അവരൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾക്കൊന്നും നിൽക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാനം മര്യാദയായിട്ട് പിരിഞ്ഞിട്ട് പോവുക. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വൃത്തികെട്ട ഒളിച്ചോട്ടം എന്ന് പറയുന്ന പേരിൽ ഭർത്താവിൻ്റെ അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ മാനം മര്യാദയായിട്ട് പിരിഞ്ഞിട്ട് പോവുക. അത്രേ വേണ്ടൂ. പിന്നെ കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഭർത്താവിനോടൊരു വിലയുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഇവൻ ചത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്വത്ത് മുഴുവൻ കിട്ടില്ല. അങ്ങനെയുള്ള കുറേ ടീമുകളും ഉണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.